ദക്ഷിണേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ മാറ്റങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നതിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പിന്മാറിയത്. പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് വിദേശ നിക്ഷേപവും സഹകരണവും അവർക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ അപ്രതീക്ഷിതമായ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ ഈ തീരുമാനം കേവലം സാമ്പത്തികം മാത്രമല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടി ഉൾക്കൊള്ളുന്നതാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ താൽപ്പര്യങ്ങൾ എങ്ങനെ മാറുന്നുവെന്നും പഴയ സുഹൃത്തുക്കൾ പുതിയ സഖ്യങ്ങൾ തേടുന്നത് എങ്ങനെയാണെന്നും ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പുറം കരാർ നൽകാനുള്ള ചർച്ചകൾ 2025 ഓഗസ്റ്റ് മുതൽ സജീവമായിരുന്നു. എന്നാൽ 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ഈ ചർച്ചകളെ പാതിവഴിയിൽ അവസാനിപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഈ പിന്മാറ്റത്തിന് പിന്നിൽ പ്രാദേശിക പങ്കാളികളെ കണ്ടെത്തുന്നതിലെ പരാജയവും താൽപ്പര്യക്കുറവുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. എങ്കിലും ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ആഴത്തിലുള്ള രാഷ്ട്രീയ വിശകലനം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സാമ്പത്തിക പങ്കാളിയായിരുന്ന ഇപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായിരുന്നു. സാമ്പത്തിക വളർച്ചയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള തൊഴിലാളികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രതിരോധം, ഊർജം, നിക്ഷേപം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനിലെ ഭരണപരമായ അസ്ഥിരതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ ശോച്യാവസ്ഥയും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം പാകിസ്ഥാനിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. ഇത്തരം സ്ഥാപനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വിൽക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുന്നത് അവരുടെ സാമ്പത്തിക തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. അഫ്ഗാനിസ്ഥാനെ പോലെയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഇടങ്ങളിൽ പോലും വിമാനത്താവളങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്ന് പിന്മാറുന്നത് വിശ്വാസ്യതയിലുണ്ടായ വലിയ വിള്ളലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിലെ തന്നെ ആഭ്യന്തര മാറ്റങ്ങൾ ഈ വിഷയത്തിൽ നിർണായകമാണ്. ഒരു കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന സൗദി അറേബ്യയും തമ്മിൽ ഇപ്പോൾ പ്രകടമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. യമൻ പ്രതിസന്ധിയിലും മറ്റ് പ്രാദേശിക വിഷയങ്ങളിലും ഇവർ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് സൗദി അറേബ്യയുമായി ചേർന്നുള്ള സഖ്യങ്ങളിലാണ്. സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് രൂപീകരിക്കുന്ന ഒരു ഇസ്ലാമിക് നാറ്റോ എന്ന ആശയത്തോട് പാകിസ്ഥാൻ അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. കൂടാതെ സൗദിക്ക് സൈനിക സഹായം നൽകുന്നതിലും പാകിസ്ഥാൻ മുൻപന്തിയിലാണ്. പാകിസ്ഥാൻ സൗദി പക്ഷത്തേക്ക് കൂടുതൽ ചായുന്നത് സ്വാഭാവികമായും പ്രകോപിപ്പിക്കുകയോ അവരെ പുതിയ സഖ്യങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനവും തുടർന്നുണ്ടായ പ്രഖ്യാപനങ്ങളും ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്ന 900 തടവുകാരെ മോചിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നു. വെറുമൊരു ഔപചാരിക സന്ദർശനത്തിനപ്പുറം ഇന്ത്യയും തമ്മിലുള്ള സമഗ്ര തന്ത്രപ്രധാനമായ പങ്കാളിത്തം പുതിയൊരു തലത്തിലേക്ക് വളരുകയാണ്. പ്രതിരോധ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനവും ഇതിനായി ഒരു പുതിയ ചട്ടക്കൂട് രൂപീകരിക്കാനുള്ള നീക്കവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. സാങ്കേതിക വിദ്യയിലും വിപണിയിലും ഇന്ത്യ നൽകുന്ന വലിയ സാധ്യതകൾ തിരിച്ചറിയുന്നുണ്ട്. ഭരണപരമായ കെടുകാര്യസ്ഥതയാണ് പാകിസ്ഥാനെ ഇത്തരമൊരു അവസ്ഥയിൽ എത്തിച്ചതെന്ന് വ്യക്തമാണ്. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻ സ്വകാര്യവൽക്കരിക്കേണ്ടി വന്നതും വിമാനത്താവള നടത്തിപ്പ് മറ്റൊരാളെ ഏൽപ്പിക്കാൻ ശ്രമിച്ചതും ഈ പ്രതിസന്ധിയുടെ ഭാഗമാണ്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളും ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിദേശ നിക്ഷേപകരെ പാകിസ്ഥാനിൽ നിന്ന് അകറ്റുകയാണ്. പോലെയുള്ള ഒരു രാജ്യം പിന്മാറുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായയെ കൂടുതൽ മോശമാക്കും. നിക്ഷേപകർക്ക് സ്ഥിരതയും സുരക്ഷിതത്വവുമാണ് പ്രധാനം. ഇന്ത്യ ഇപ്പോൾ നൽകുന്നത് അത്തരമൊരു ഉറപ്പാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുമായുള്ള ഈ അടുപ്പം നയതന്ത്രപരമായ വലിയ വിജയമാണ്. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ വലിയൊരു പങ്കാളിയാണ്. മറുവശത്ത് പാകിസ്ഥാൻ തങ്ങളുടെ പഴയ ബന്ധങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയും പുതിയ സഖ്യങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ പഴയ സുഹൃത്തുക്കളെ പിണക്കുകയും ചെയ്യുന്നു. വിമാനത്താവള കരാറിൽ നിന്നുള്ള പിന്മാറ്റം വെറുമൊരു സാമ്പത്തിക ഇടപാടിൻ്റെ തകർച്ചയല്ല, മറിച്ച് അറബ് ലോകത്ത് ഇന്ത്യക്കുള്ള സ്വാധീനം വർദ്ധിക്കുന്നതിൻ്റെയും പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നതിൻ്റെയും കൃത്യമായ സൂചനയാണ്. വരും വർഷങ്ങളിൽ ഈ രണ്ട് അയൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര മത്സരത്തിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഏഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ പുനർനിർണ്ണയിക്കും എന്ന് തീർച്ചയാണ്. ഒരു വലിയ രാജ്യമായി വളരാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്ന പ്രധാന പാഠം നയതന്ത്രം എന്നത് സ്ഥിരമായ സൗഹൃദങ്ങളല്ല, മറിച്ച് പരസ്പര താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് എന്നതാണ്. സാമ്പത്തിക ഭദ്രതയും ഭരണപരമായ വ്യക്തതയും ഉണ്ടെങ്കിൽ മാത്രമേ ഏത് രാജ്യത്തിനും അന്താരാഷ്ട്ര തലത്തിൽ സുഹൃത്തുക്കളെ നിലനിർത്താൻ സാധിക്കൂ.
പാകിസ്ഥാൻ നേരിടുന്ന ഈ പ്രതിസന്ധി ദക്ഷിണേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഈ പുതിയ പ്രതിരോധ സാമ്പത്തിക സഖ്യം മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ പങ്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമാകും എന്ന് ഉറപ്പാണ്.